ഒരു മാറ്റവും ഇല്ലാതെ ഒരു രീതിയിലുള്ള ഒരു പ്രയോജനവുമില്ലാതെ നമ്മളുടെ ചില വിഷയങ്ങൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ക്രിസ്തുവിലുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എളിവൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയവുമായി നിങ്ങളോടായിരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. ഈ 115 സങ്കീർത്തനമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ആ സങ്കീർത്തനത്തിലെ ഓരോ ഭാഗങ്ങൾ നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യത്തിൽ വളരെ ഉറപ്പ് കിട്ടുവാൻ തക്കോണമിടയാത്തരും, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പിക്കുന്ന ഒരു വചനമാണ് ഏത് വിഷയത്തിൽ, അതായത് ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും ആ ജീവനുള്ള ദൈവം ഇന്നും നിങ്ങളുടെ ചില വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് നമ്മളെ തെളിയിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദിവസങ്ങളായിരിക്കാം. ഈ ഒരു 115 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ യഹോവയും ജാതീയ വിഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നമ്മൾ പലവട്ടം പല ദൈവദാസന്മാരോട് കേട്ടിട്ടുള്ള ചില വാക്കുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ വിഗ്രഹങ്ങൾ, അതായത് 4 മുതലുള്ള വാക്യങ്ങളാണ്. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. ഈ ഒരു ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം, ആ ദൈവം എന്നോട് എന്നും ഇടപെടുന്ന ദൈവമാണ്, എന്നും ഇടപെടുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരം എൻ്റെ കണ്ണുനീരിന് മുൻപിൽ അതുപോലെ തന്നെ നിൽക്കുകയല്ല, എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ് ആ കരമെന്ന് പറയുന്നത്. എന്നെ ആശ്വസിപ്പിക്കുന്നതാണ് ആ കരമെന്ന് പറയുന്നത്. എന്നെ ഞാൻ മാറി നിന്ന്, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും കാണാതെ ഞാൻ മാറി നിന്ന് എൻ്റെ കട്ടിലിൽ ഞാൻ ഉറങ്ങുന്ന സമയം ഞാൻ കരയുമ്പോൾ എന്നെ കാണുന്ന കണ്ണുകൊള്ളവനാണ് ഞാൻ സേവിക്കുന്ന യഹോവ എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിനകത്ത് നമുക്കറിയാം ഇന്നും നമ്മുടെ ചില വിഷയങ്ങൾ ചലിക്കാതെ കിടക്കുന്നുണ്ട്. അതായത് ഒരു മാറ്റവും ഇല്ലാതെ ഒരു രീതിയിലുള്ള ഒരു പ്രയോജനവുമില്ലാതെ നമ്മളുടെ ചില വിഷയങ്ങൾ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് നാളുകളായിട്ട്. നമ്മൾ അത് ഓർക്കുമ്പോഴൊക്കെ നമുക്ക് വിഷമമാണ്. കാരണം ഈ വിഷയത്തിന് വേണ്ടി ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ ഒരു പ്രയോജനമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ചലനമില്ലാതെ കിടക്കുന്ന നമ്മുടെ ചില വിഷയങ്ങൾ. ഈ ചലനമില്ലാതെ കിടക്കുന്ന വിഷയത്തിന്മേൽ ഒരു ചലനം വെളിപ്പെടണമെങ്കിൽ ഇപ്പോൾ കൈയുണ്ടെങ്കിലും കൈ ചലിക്കാത്ത അല്ലെങ്കിൽ സ്പർശിക്കാത്ത ഒരു വ്യക്തിക്ക് അതിന് കഴിയുമോ? കണ്ണുണ്ടെങ്കിലും കാണാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് അതിന് കഴിയുമോ? ഇല്ല. എന്നാൽ ദൈവത്തിന് ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ സേവിക്കുന്ന അല്ലെങ്കിൽ നാം സേവിക്കുന്ന യഹോവ ജീവനുള്ള ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ചലിക്കാതെ കിടക്കുന്ന എൻ്റെ ചില വിഷയത്തിന്മേൽ ഒരു വലിയ ചലനത്തെ കൊണ്ടുവരണമെങ്കിൽ ജീവനുള്ള ദൈവത്തിന് മാത്രം അതിന് കഴിയത്തുള്ളൂ. അതെ, അത് നാം സേവിക്കുന്ന യഹോവയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മളെ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഈ ദൈവമെന്ന് പറയുന്നത് നമ്മുടെ പിതാവും കൂടിയാണ്, നമ്മുടെ അപ്പയും കൂടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഇനിയും അപ്പ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് കരയുന്നത് പോലെ അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു അപ്പൻ മകൻ അല്ലെങ്കിൽ അപ്പൻ മകൾ എന്നൊരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കയറുവാൻ നമ്മുടെ തീരും. നമ്മുടെ പപ്പ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ പപ്പ നമ്മളെ അറിയുന്നില്ലെങ്കിൽ, നമ്മുടെ പപ്പ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പപ്പ നമ്മളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം വേദനയുണ്ടാവും. പക്ഷേ ഈ അപ്പൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു നാളും കൈവിടത്തില്ല. അതായത് നമ്മൾക്കറിയാം, നമ്മളൊരു വാക്യമൊക്കെ വെച്ചിട്ടുണ്ട്, പെറ്റമ്മ മറന്നാലും, നമ്മളൊക്കെ പാട്ട് പാടിയിട്ടില്ലേ, പെറ്റമ്മ മറന്നാലും ദൈവം എന്നെ മറക്കുമോ എന്നൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ വിഷയത്തിനകത്ത് കാരണം അവരെല്ലാം മറന്നുപോയാലും ഈ ദൈവം മാറത്തില്ലെന്ന് ദൈവം നമ്മളെ വീണ്ടും ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? നമ്മളെന്തിനാണ് ഭാരപ്പെടുന്നത്? ഇന്ന് നമ്മൾ ചലിക്കാതെ കിടക്കുന്ന വിഷയങ്ങൾ എടുത്തിട്ട് നമ്മളെന്തിനാണ് കരയുന്നത്? കാരണം എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം മാത്രമല്ല, ജീവിപ്പിക്കുന്ന ദൈവമാണ്. അതായത് ചലിക്കാതെ കിടക്കുന്ന വിഷയത്തിന് മേലൊക്കെ എന്ത് ചെയ്യും? ജീവനെ
കൈമാറുവാൻ തക്ക നമ്മുടെ ആയത്തിലും. ഇന്ന് നമ്മുടെ ചില പേപ്പറുകൾ എന്ത് ചെയ്യുകയാണ്, വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ പേപ്പറുകൾ ചലിക്കാതെ കിടക്കുകയാണ്, അതിനകത്തൊരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ചില സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ പഠിച്ചിട്ടൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ഇതിനകത്തൊക്കെ ഒരു ദൈവിക ചലനം വെളിപ്പെടുമ്പോൾ ആ വിഷയത്തിന്മേലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാനേ കഴിയും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്ക നമ്മുടെ ആയത്തിലും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഒന്ന് തിരിച്ചറിയാം, നമ്മൾ സേവിക്കുന്ന യഹോവ അത് ജീവനുള്ള ദൈവമാണ്. അപ്രകാരം മുന്നോട്ട് പോകാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.